ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാവൽപ്പഴത്തിൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയപ്പോൾ ടേബിളിൽ ഒരു കവർ നിറച്ച് ഞാവൽപ്പഴം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാവൽപ്പഴം. അത് ഉപ്പ് കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് MP കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ വീട്ടിലുണ്ടായത് എന്തോ ആണ് കേട്ടോ. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബെല്ലൊക്കെ അടിച്ചു, ക്ലാസ്സിലേക്കൊക്കെ കയറി. പിന്നെ കുട്ടികളോട് ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അറബി സബ്ജക്റ്റാണ് കേട്ടോ എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അറബി സബ്ജക്റ്റ് എടുത്ത് റിവിഷൻ ആദ്യം ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളെ മനസ്സിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേട്ടോ. പിന്നെ അതൊരിക്കലും അവർ മറക്കും ചെയ്യൂല കേട്ടോ. കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. ലഞ്ച് ബ്രേക്ക് നിങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഓരിയായിട്ട് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടോ ഞാവൽപ്പഴം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, എല്ലാവരും എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ കയറി. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ പറയുക, എനിക്കിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ മൂത്താപ്പൻ്റെ ആണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയി അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ബാക്കിയുള്ളത്. പിന്നെ ഞാനും എൻ്റെ നാത്തൂനും മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും, ഇത് പിന്നെ അമ്മായിൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മളെ റോട്ടിലൂടെ എന്താ പറയുക, പണ്ട് നല്ലോണം വെള്ളം പോയിരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഇടവഴിയാണ്. ഇപ്പോൾ എന്താ പറയുക, അത് റോഡായി മാറി. റോഡായതിന് ശേഷം കുറേ കാലമായിട്ട് റോഡാട്ടോ. അപ്പം അതിലൂടെ വെള്ളം ഇങ്ങനെ പോണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ പിടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കണം. വെള്ളം കഴിയാൻ്റെ മുന്നേ തന്നെ പോയിട്ട് നമുക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ഞങ്ങളാരെ മക്കൾ വന്നിട്ട് തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ. അങ്ങനെ തോണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വെള്ളത്തിലിടാൻ വേണ്ടി. കല്യാണം ആയിക്കോട്ടെ, സൽക്കാരമായിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, ഇങ്ങനെ ലാസ്റ്റ്ക്ക് ഇരിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അതിൽ പെട്ടതാണ് കേട്ടോ ഇവർ. ചെമ്പും പാത്രമൊക്കെ ആയിട്ട് ലാസ്റ്റ് കണ്ടിരിക്കും കേട്ടോ. കാരണം അതുവരെ നമുക്ക് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യായിരുന്നവർ. ഇത് അമ്മായിൻ്റെ മോനും മക്കളുമാണ് കേട്ടോ. അവർക്കുള്ളത് അളിയനാണ് കേട്ടോ. അപ്പോഴേക്കും ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. ആളിപ്പോൾ നല്ല മൂഡാണ്, ഹാപ്പി മൂഡിലാണ് തോന്നുന്നുണ്ട്. അടിപൊളിയായി ചിരിക്കടൊക്കെ ഉണ്ട്. കുറച്ച് മുന്നേ കരച്ചിലായിരുന്നു. മാഷാ അല്ലാഹ്, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് കുട്ടികൾ സിഗരറ്റുകൾ ഉണ്ടാവാനുള്ള ഒരു പൂതി ഉണ്ടാവുക. പിന്നെ ഭാവ നെല്ലിക്ക വാങ്ങിയിരുന്നു കേട്ടോ. അതെല്ലാവർക്കും കൊടുത്തിട്ടോ, ഓരോന്ന് പച്ചക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരുമിച്ച് കൂടലിൽ എല്ലാവരും ഒന്ന് സന്തോഷത്തിൽ വർത്താനം പറയലും അവരവരുടെ സങ്കടങ്ങളും സന്തോഷമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം പോന്നു കേട്ടോ സ്കൂൾ ഇടുമ്പോഴത്തേന്, കാരണം ബ്ലോക്ക് ആവുമല്ലോ. ബാക്കി ഒരു പെട്ടെന്ന് ചായ കുടിക്കാനൊക്കെ ഒരു പൂതിയായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അളിഞ്ഞതിനും വാവ ചായയും സാൻഡ്വിച്ചും പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം വേഗം ചായ കുടിച്ചിട്ട് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ സ്കൂൾ ഇടുമ്പോഴത്തേന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.